കിലോമീറ്റർ നടക്കുന്നതിന് പകരമാണ് ഇവർക്ക് ജമ്പിങ് ജാക്ക് ചെയ്യുന്നത്. 4.5 കിലോമീറ്റർ നമ്മൾ നടക്കുന്നതിന് അതേ മെറ്റബോളിസം നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കും. അതതിൻ്റെ പ്രത്യേകത, ജമ്പിങ് ജാക്സിൻ്റെ പ്രത്യേകത. നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ 50 എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4.5 കിലോമീറ്റർ നടക്കുന്നതിൻ്റെ ആ മെറ്റബോളിസം നമ്മുടെ ശരീരത്തിൽ വരും. അപ്പം അത് കറക്റ്റ് ചെയ്യാം. ഞങ്ങൾക്കിപ്പം ഒരു സൈഡിലേക്ക് 5 എണ്ണം ചെയ്യാൻ കഴിയുന്ന 5 എണ്ണം ചെയ്യാം. വെറുതെ അങ്ങനെ നമ്മൾ ഇങ്ങനെ അടിച്ചിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ കൈയെല്ലാം വലിച്ചിട്ട് മാക്സിമം വലിച്ചിട്ട് അടിക്കുക. അതാ ശ്രദ്ധിക്കേണ്ടത്. അത് ഇപ്പൊ വയറ് കുറയാന്നൊക്കെ ചോദിക്കും എല്ലാവരും. വയറ് ജിമ്മിൽ പോണ 6 പാക്ക് ഒന്നും ആവില്ല, പക്ഷെ വയറ് കുറച്ചൊന്ന് ഒതുങ്ങി കിട്ടും. ഒതുങ്ങി കിട്ടണമെങ്കിൽ ഈ വലിച്ചടിക്കുന്ന എക്സസൈസുകളൊക്കെ നല്ലോണം വലിച്ചടിക്കണം, നമ്മൾ ബ്രീത്തിങ് എക്സസൈസൊക്കെ. അതേപോലെ നെക്സ്റ്റ് വരുന്നത് ആംഗിൾ റൊട്ടേഷൻ. ഈ വെരിക്കോസ് അങ്ങനത്തെ പ്രശ്നമുള്ള എല്ലാവർക്കും മാക്സിമം ചെയ്യേണ്ട എക്സസൈസാണ്. അങ്ങനത്തെ പ്രശ്നം കാലുവേദന, വള്ളിവേദന ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള വീട്ടിൽ നിന്നൊക്കെ ചെയ്ത് നോക്കാൻ പറ്റിയ എക്സസൈസാണിത്. ഇത് കറക്റ്റ് കാലിങ്ങനെ വെച്ചതിന് ശേഷം ഹിപ്പ് ക്യാച്ച് ചെയ്യുക. എന്നിട്ട് മുന്നോട്ടാണ് നോക്കേണ്ടത്. കാലിത്ര പൊന്തിക്കണം കേട്ടോ, നിങ്ങൾ കാണാൻ വേണ്ടി വിളിച്ചു. കാലിത്ര പൊന്തിയാൽ മതി. മുന്നോട്ടാണ് നോക്കുന്നത്. എന്നിട്ട് അപ്പോഴാണ് നമുക്ക് ബാലൻസ് കറക്റ്റാണ്. എന്നിട്ട് കറക്റ്റായിട്ട് നമ്മൾ ഇടത്തെ ഭാഗത്തേക്കാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇടത്തെ ഭാഗത്തേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ അതിൻ്റെ റിവേഴ്സ് ഇങ്ങോട്ടും ചെയ്യുന്നു, വലത്തെ ഭാഗത്തേക്ക്. പിന്നെ അത് നിങ്ങൾ എല്ലാവരും കറക്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത് വലത്തെ കാലാക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് വലത്തെ ഭാഗത്തേക്കാണ് ചെയ്യുന്നത്. അത് ചെയ്യരുത്. ഇത് ഇടത്തെ ഭാഗത്തേക്കാണ് ഫസ്റ്റ് ചെയ്യുന്നത്. ഇടത്തെ ഭാഗത്തേക്കാണ് ഫസ്റ്റ് ചെയ്യുന്നത്. ഒക്കെ ഇടത്തെ ഭാഗത്തേക്കാണ് ചെയ്യേണ്ടത്. അതെന്തുകൊണ്ടാണെന്നുള്ള നിങ്ങൾക്ക് ടെസ്റ്റ് ഇട്ട് തരുന്നുണ്ട്. ഇടത്തെ ഭാഗത്തേക്ക് ചെയ്യുമ്പോഴാണ് നമ്മളെ വലതു ഭാഗത്തെ ഹോർമോൺ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുക. എന്നിട്ട് ഇത് വീണ്ടും റിവേഴ്സ് ചെയ്യുന്നു. ഇത് നല്ല വള്ളി വലിച്ചിൽ വെരിക്കോസ് ഉള്ളവരൊക്കെ നല്ല ടൈറ്റിൽ ചെയ്യണം. ഇതിന് മുട്ട് മടങ്ങരുത് ഒരിക്കലും. മുട്ട് നിർത്തി ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പം ആംഗിൾ റൊട്ടേഷനായി. ഇനി നീ റൊട്ടേഷൻ. മുട്ടുവേദന ഉള്ളവർ ഒരിക്കലും നീ റൊട്ടേഷൻ ചെയ്യരുത്. നമ്മളിവിടെ ഫുള്ള് ചെയ്യുന്നില്ല. നീ റൊട്ടേഷൻ ശരിക്ക് ഫുള്ള് ചെയ്യാൻ പാടില്ല. നമ്മൾ ഹാഫേ ചെയ്യുന്നുള്ളൂ. പിടിച്ചിട്ട് ഇതാ ഹാഫ് ഒരു ഇങ്ങനെ വരയ്ക്കുന്ന മാതിരി ഒരു ഇതാ ചെയ്യുന്നുള്ളൂ. സി വരയ്ക്കും. ഒരു സി, ഇങ്ങോട്ടൊരു ഡിയും വരയ്ക്കും. ആ ഒരു ഇത് കറക്റ്റ് ചെയ്യുക. മുട്ടുവേദന ഉള്ളവരാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇങ്ങനെ ഒന്ന് ഇളക്കുക. മുട്ടുവേദന ഉള്ള ആളുകൾ ഇത് സ്ട്രെയിൻ ചെയ്ത് ആരും ചെയ്യരുത് കേട്ടോ. സ്ട്രെയിൻ ചെയ്യാതെ ചെയ്യുക, സിമ്പിളായിട്ട് ചെയ്യുക. അപ്പോഴേ നിങ്ങൾക്ക് ശരീരത്തിന് എഫക്റ്റ് ഉള്ളൂ. എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. ഏതൊരു എക്സസൈസ് എന്തിനാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി ചെയ്താലേ നമുക്ക് ആ ശരീരത്തിന് അത് കറക്റ്റായിട്ട് എഫക്റ്റ് ചെയ്യുള്ളൂ. അത് നീ റൊട്ടേഷൻ പറഞ്ഞു. ഇനി ഹിപ്പ് റൊട്ടേഷൻ. ഇത് ഇതേപോലെ കാലടുപ്പിച്ച് വെച്ചിട്ടായിരുന്നു. ഹിപ്പ് റൊട്ടേഷൻ നമ്മളെല്ലാ എക്സസൈസിനും ചെയ്യുക. നമ്മളെ സാധാരണ ഇതിൽ നിന്നിട്ട് ഇതാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടും. കാലടുപ്പിച്ച് വെച്ചിരിക്കുമ്പോഴാണ് ബാലൻസിങ് കറക്റ്റ് ആവുക. അതിനാണ് കാലടുപ്പിച്ച് ചെയ്യുന്നത്. അത് നിങ്ങൾ പെരുങ്ങനെ അതാവൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇതാക്കിയാൽ മതി. അത് ഊരവേദന ഉള്ളവർ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നാക്കി കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് എല്ലാത്തവരും കറക്റ്റായത് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഇത് ഈ ഊരവേദനയൊക്കെ മാറാനുള്ള എക്സസൈസും കൂടിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഡോക്ടർമാരെ എന്താ അഡ്വൈസ് ഉണ്ട്? ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്? ഊര അനക്കണ്ട അങ്ങനെ ഡോക്ടർമാരെ റെസ്റ്റ് പറഞ്ഞ ആൾക്കാരുണ്ടാവും. അങ്ങനെ എന്തായാലും പറയണ്ടോ? എന്തെങ്കിലും അതുപോലെ ഓപ്പറേഷൻ ഒക്കെ ആളുകളുണ്ടെങ്കിൽ ഒരു 6 മാസത്തേക്ക് ഒരിക്കലും ജമ്പ് ചെയ്യരുത്. ജമ്പിങ് എക്സസൈസ് ചെയ്യരുത്. ലേഡീസ് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനത്തെ ഒക്കെ ഓരോ ചെറിയ റൂൾസാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ഹെഡ് റൊട്ടേഷനാണ്. ഹെഡ് റൊട്ടേഷൻ ഈ പറഞ്ഞ മാതിരി നമ്മൾ നടുവേദനയൊക്കെ മാറാനുള്ള എക്സസൈസാണ്, ഉണ്ടാകാനുള്ള എക്സസൈസാണ്. നടുവേദന ഉണ്ടാകുക പറഞ്ഞാൽ സ്പീഡിൽ കറക്കിയാൽ നടുവേദന ഉണ്ടാവും. സ്ലോയിൽ ആ ഒരു 10 കൗണ്ടിൽ കറക്റ്റാണ് കറക്കുന്നത് വെച്ചാൽ നമുക്ക് ഈ എല്ലാതും മാറാം. അതിന് ഇത് പറഞ്ഞു എല്ലാവരും ഇങ്ങനെ ഭയങ്കര സ്ട്രെയിൻ ചെയ്തിട്ടാണ്. സിമ്പിളായിട്ട് ഹെഡ് കുഴച്ചിട്ടാൽ ഇങ്ങനെ വന്നാൽ നമുക്ക് പതുക്കെ ഇങ്ങനെ അതിന് ഓവർ സ്ട്രെയിൻ കൊടുക്കാതെ അങ്ങനെ പതുക്കെ ഇങ്ങനെ പോകും. ഓവർ സ്ട്രെയിൻ ചെയ്യരുത്. ഹെഡിന് ബലം പിടിക്കാതെ ചെയ്താൽ കറക്റ്റ് കിട്ടും. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ തന്നെ അവസാനിക്കുന്നത്. അപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ പോയിട്ട് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതല്ല, ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതങ്ങനെ പോയിട്ട് ഇവിടെ ടച്ച് ചെയ്യാൻ കഴിയുന്നത് ടച്ച് ചെയ്യുക. ഇങ്ങനെ പോകുന്നു, ഇവിടെ നിർത്താൻ കഴിയണോ നിർത്തുക. ഇങ്ങനെ പോയിട്ട് ഇവിടെ ടച്ച് ചെയ്യുന്നു, ഇങ്ങനെ പോയിട്ട് ഇവിടെ നിൽക്കുന്നു. ഇത്ര കറക്റ്റിൽ ചെയ്താലേ നമുക്കതിന് ഫലം കിട്ടുക. വളരെ സ്ലോയിൽ ചെയ്യും വേണം. നമ്മൾ ചെയ്യുന്ന ആ ടൈമിങ് കണ്ടില്ല, ആ ടൈമിങ്ങിൽ ചെയ്യണം. ചിലർ ആ ഒരു ടൈമിങ്ങിന് 2-3 ഒക്കെ ചെയ്യും. അത് ചെയ്യരുത്, അത് ഭയങ്കര കേടാണ്. അത് ചെയ്യുമ്പോൾ നരമ്പ് സ്റ്റഡി ആവാനും വേണ്ടിയിട്ടാണ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്നത്. അപ്പ് ആൻഡ് ഡൗൺ ഇതേപോലെ ഇങ്ങനെ എന്നാൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് പതുക്കെ ഇങ്ങനെ പോയിട്ട് മാക്സിമം അവിടെ 1-2-3 സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ വന്നിട്ട്
അതേപോലെ തന്നെ ഇവിടെ തന്നെ അവസാനിക്കുന്നു. എന്നിട്ട് നേരാക്കുക. ദെൻ 2 എന്ന് പറയുമ്പോൾ പിന്നെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇങ്ങനെ പോയിട്ട് ഇന്ന് അത്രേ പറയുന്നുള്ളൂ. ഇനി ബ്രീത്തിങ് എക്സസൈസ് ആണ് നിങ്ങൾ കൂടുതൽ പറഞ്ഞു തരാനുള്ളത്. ബ്രീത്തിങ് എക്സസൈസ് നല്ല ശ്രദ്ധിച്ച് ചെയ്യണം. അത് അടുത്ത ക്ലാസ് മുതൽ ബ്രീത്തിങ് എക്സസൈസിൻ്റെ ഓരോ ഫലങ്ങളും പറഞ്ഞുതരും. എല്ലാവരും രാവിലെ എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം? 3 ഗ്ലാസ്, 1 ലിറ്റർ വരെ കുടിക്കുക. 5 ഗ്ലാസ് വരെ കുടിക്കുക. മിനിമം 3 ഗ്ലാസ് എങ്കിലും കുടിക്കുക.